സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നന്ദനാണെങ്കിൽ മുരളി പറഞ്ഞിട്ട് ശാരിക മറ്റൊരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയായിരുന്നു. എങ്കിലും അത് ഇതുവരെയും ദേവിയോടോ സിദ്ധാർത്ഥൻ സാറിനോടോ അമ്മയോടോ ഒന്നും പറയാതിരുന്നിട്ട് ഏറ്റവും അവസാനം ഇസബെല്ലയും നന്ദനുമായിട്ടുള്ള പ്രശ്നം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ വന്ന അച്ഛനോടും അമ്മയോടും ഒരു മുന്നറിയിപ്പും കൂടാതെ എടുത്തടിച്ചങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവർക്ക് സഹിക്കുന്നതിനും അപ്പുറം വിഷമമായി പോയി. എന്നിട്ട് ദേവിയാണെങ്കിൽ ആ ഒരു കാര്യം അറിഞ്ഞിട്ട് വീട്ടിൽ പോയി ശാരികയോട് ചോദിച്ചറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് നന്ദനും കൂടെ പോകാൻ സിദ്ധാർത്ഥൻ സാറും അതുപോലെ പ്രഭാവതിയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് അത്യാവശ്യമായിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ ഇസബെല്ലയും കെവിനെയും കാണാനായിട്ട് പോകുന്നുണ്ട്. അതും കൂടി ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ ദേവിക്ക് നല്ല സങ്കടമായെങ്കിലും ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. ശാരികയോട് വന്ന് കാര്യങ്ങൾ തിരക്കാൻ ഒരുങ്ങുന്നെങ്കിലും അമ്മയാണെങ്കിൽ ആ ഒരു ദേഷ്യത്തിൻ്റെ ചൂടിന് ഒന്നും ചോദിക്കാൻ പറ്റാത്ത രൂപത്തിൽ എടുത്തടിച്ച് ഓരോന്നും പറയുന്നത് കാരണം ശാരികയെ കോളേജിൽ നിന്ന് പോയിട്ട് വന്നല്ലേ ഉള്ളൂ, അതിൻ്റെ പേര് ഫ്രഷ് ആകാനും ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ദേവിക. ഇന്നത്തെ ദിവസം ആ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാമെന്നും സൗകര്യത്തിന് ശാരികയോട് കാര്യങ്ങളൊക്കെ തിരക്കി അറിയാമെന്ന് വിചാരിച്ചാണെങ്കിൽ അവൾ നിൽക്കുന്നുണ്ട്. രാധികയും മാധവനും ആകെ ചത്തതിനൊത്താണ് നിൽക്കുന്നത്. കാരണം നിശ്ചയിച്ച് ഉറപ്പിച്ച വിവാഹം മുടങ്ങി അല്ലെങ്കിൽ അത് മാറ്റി വെക്കേണ്ടി വരുന്ന ഒരവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ വല്ല തീരുമാനം ഉണ്ടെങ്കിൽ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ വിവാഹത്തോടടുപ്പിച്ച് തീരുമാനങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനു മുമ്പേ ശാരികയ്ക്ക് ഇത് വേണ്ടെന്ന് എനിക്ക് മറ്റൊരാളെ ഇഷ്ടമുണ്ടെന്ന് തുറന്നു പറയാമായിരുന്നു. കാരണം ദേവികയും മുരളിയും നന്ദനും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരല്ലേ. അപ്പം തുറന്നു പറയുന്നതിന് അത്രയ്ക്കങ്ങ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ സ്നേഹിക്കുന്ന ആളെ തുറന്നു പറയാൻ മടി കാണിക്കുന്ന ശാരികയുടെ ആ ഒരു പ്രവൃത്തിയും, അതായത് ഇനി സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ എന്തെങ്കിലും പോരായ്മകൾ കാണുമോ ഇല്ലേ എന്നുള്ളൊരു പേടിയും വിഷമവും ഒക്കെ രാധിക അലട്ടുന്നു. നന്ദനാണെങ്കിൽ ഇങ്ങനെ എടുത്തടിച്ച് പറഞ്ഞത് മുരളിക്ക് വല്ലാത്ത ദേഷ്യമാകുന്നു. അതിൻ്റെ ഒരു പരാതിയും പരിഭവവും പറയുന്നെങ്കിലും നന്ദന് പഴയ സ്നേഹമൊന്നും ഇപ്പം മുരളിയോടും മറ്റാരുടെ ഇല്ല. എന്തിനു പറയുന്നു, ദേവിയോട് പോലും. ഇസബെല്ലയും കെവിനും മാത്രമാണ് തൻ്റെ മനസ്സിലെപ്പോഴും. എന്നാൽ അതേസമയം ഇസബെല്ല ഋഷിയുടെ കൊലപാതകം നന്ദനാണ് ചെയ്തതെന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടാൽ നന്ദൻ ഒരിക്കലും ജയിലിൽ പോണ്ടി വരത്തില്ല. ആ കുറ്റം ഏറ്റെടുത്ത് നന്ദനെ രക്ഷിക്കാൻ പോലും മടിക്കലെന്നൊക്കെ വാക്ക് കൊടുക്കുമ്പോഴത്തേക്കും നന്ദനാണെങ്കിൽ ഇസബെല്ലയുടെയും കെവിൻ്റെയും സ്നേഹത്തിന് മുമ്പിൽ ഇനി എങ്ങനെ ആ ഒരു സ്നേഹത്തിന് തിരിച്ച് പ്രത്യുപകാരം ചെയ്യും അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനാകും എന്നുള്ളൊരു വെപ്രാളത്തിലാണ്. സ്വന്തം ഭാര്യ വിഷമിക്കുന്നതൊന്നും തിരിച്ചറിയുന്നേയില്ല. പ്രഭാവതിയും ആദ്യമൊക്കെ കൂട്ടു നിൽക്കുന്നുവെങ്കിലും നന്ദൻ്റെ പെരുമാറ്റവും സ്വഭാവവും ഒരുപാട് മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ഋഷിയുടെ കൊലപാതക കുറ്റത്തിന് സപ്പോർട്ട് നിന്നതിൻ്റെ പേര് എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടുകളയുവാണ്. അതേസമയം ഇസബെല്ലയാണെങ്കിൽ കെവിനോട് പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും നന്ദൻ്റെ മനസ്സിലുള്ള ദേവിയുടെ സ്ഥാനം ഇല്ലാണ്ടാക്കണം. ദേവിയും നന്ദനെയും തമ്മിൽ അകറ്റിയതിന് ശേഷം നന്ദൻ്റെ മനസ്സിൽ എനിക്ക് മാത്രമായിട്ട് ആ സ്ഥാനം നേടിയെടുക്കണം. അങ്ങനെ ദേവി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ആ നിമിഷം മുതൽ എൻ്റെ വിജയം ആരംഭിക്കുമെന്നൊക്കെ പറയുമ്പം എന്തിനാ ഇസബെല്ലെ നീ വിഷമിക്കുന്നത്? അധികം താമസിക്കാതെ നീ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിൻ്റെ മുന്നറിയിപ്പല്ലേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും. ഇപ്പം തന്നെ നന്ദൻ ഒരുപാട് മാറിയിരിക്കുന്നു. നീ അധികം താമസിക്കാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യം നടക്കുമെന്ന് കെവിനും ഇസബെല്ലയ്ക്ക് ആശ്വാസവാക്കുകൾ കൊടുക്കുന്നുണ്ട്. അതേസമയം ചന്ദ്രമതിയാണെങ്കിൽ ചന്ദ്രോത് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഹോട്ടലിൽ വെച്ച് ഇസബെല്ലയും അതുപോലെ നന്ദനെയും കണ്ട കാര്യം ദേവിയെയും മുരളിയെയും അറിയിച്ചു. ദേവിയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ താൻ കണ്ട കാഴ്ചയെല്ലാമൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. നന്ദൻ്റെ ഈ പോക്ക് അത്രയ്ക്ക് നല്ലതല്ലെന്ന് മനസ്സിലാക്കിയ ചന്ദ്രമതിയാണെങ്കിൽ ചന്ദ്രോത്ത് വീട്ടുകാരെ അന്യരായിട്ടല്ല കണ്ടിട്ടുള്ളത്, സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ കണ്ടതുകൊണ്ട് തന്നെ അവനൊരു പോരായ്മ പറ്റുവാണെങ്കിൽ തിരുത്തേണ്ടത് തൻ്റെയും കൂടി കടമയാണ് എന്നുള്ളൊരു അർത്ഥത്തിൽ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വന്നിട്ട് പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ പറയാൻ ഒരുങ്ങുന്ന സമയത്ത് അതെല്ലാം കേട്ടുകൊണ്ട് നന്ദനാണെങ്കിൽ മേലെ നിൽക്കുന്നുണ്ടായിരുന്നു. ആരുടെ മുഖം കറുത്ത് സംസാരിക്കാത്ത നന്ദനാണെങ്കിൽ ഇപ്പം ആളാരാ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ സ്ഥാനം എന്താണ്, അവർക്ക് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന അടുപ്പം എന്താണ്, അങ്ങനെയൊന്നും നോക്കുന്നേയില്ല. എടുത്തടിച്ചാണ് സംസാരിക്കുന്നത്. ആ കേൾക്കുന്ന വ്യക്തിക്ക് സങ്കടം ഉണ്ടാകുന്നോ ഇല്ലയോ എന്ന് പോലും അറിയേണ്ട ആവശ്യമില്ല. ഇസബെല്ലയും കെവിനും അവരെ സന്തോഷിപ്പിക്കുന്നതിനപ്പുറം മറ്റൊന്നും തൻ്റെ ജീവിതത്തിൽ ബാധകമല്ലെന്നുള്ളൊരു തോന്നലിൽ അത് കേട്ടുകൊണ്ട് വരുന്ന നന്ദനാണെങ്കിൽ ചന്ദ്രമതി ആൻറ്റിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എൻ്റെ സ്വഭാവത്തിന് യാതൊരു പ്രശ്നവുമില്ല, പിന്നെ സ്വഭാവം മോശമാണ് നന്നാക്കണമെന്നൊക്കെ പറയാൻ ആൻറ്റിക്ക് എന്ത് യോഗ്യതയുള്ളത്? ആൻറ്റിയുടെ മകളുടെ സ്വഭാവം നല്ലതായിരുന്നു.
അവൾ എങ്ങനെ മരണപ്പെട്ടു എന്നുള്ള കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ആൻറ്റിക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രഭാവതി നന്ദാന്ന് വിളിച്ച് അലറുന്നുണ്ട്. കാരണം ചന്ദ്രമതിക്ക് ആകെ സങ്കടമായി. പെട്ടെന്ന് നന്ദനിൽ നിന്നും ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം ആകെ സങ്കടപ്പെട്ട് പ്രഭാവതിയോട് പറയുന്നു, ഞാൻ വന്നത് തന്നെ തെറ്റ്. സ്വന്തം മകനായിട്ടാണ് ഞാൻ നന്ദനെ ഇതുവരെ കണ്ടിട്ടുള്ളത്. നന്ദൻ്റെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. എപ്പോഴും ത്യാഗരാജൻ പറയുമായിരുന്നു, ചേച്ചിക്ക് എന്നെക്കായും കൂടുതൽ കാര്യം ചന്ദ്രോത്ത് വീട്ടുകാരോടാ. അത് അത്രയ്ക്ക് ശരിയല്ലെന്ന്. അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ചന്ദ്രമതി, നീ വിഷമിക്കരുതേ, അവനൊരു അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ എന്ന് പ്രഭാവതി പറയുമ്പം അതൊന്നും കേൾക്കാൻ നിൽക്കാതെ സങ്കടപ്പെട്ടാണെങ്കിൽ ചന്ദ്രമതി പോകുന്നു. അങ്ങനെ നന്ദൻ്റെ പ്രവൃത്തികളിൽ കുറേ നാളുകൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന സിദ്ധാർത്ഥൻ സാറിന് താങ്ങുന്നതിനും അപ്പുറമാണ് ചന്ദ്രമതിയെ അപമാനിച്ചെന്നുള്ള ആ ഒരു വാർത്ത വീട്ടിലേക്ക് വന്നപ്പോൾ പ്രഭാവതിയും അതുപോലെ നന്ദനും നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു. എൻ്റെ സ്വഭാവത്തെ മോശമായിട്ട് ചിത്രീകരിച്ച് അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ സ്വഭാവത്തിനൊരു പ്രശ്നവുമില്ല, വഴിതെറ്റിപ്പോയത് നിങ്ങളുടെ മകളാണെന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ കലി സഹിക്കാൻ വയ്യാതെ കൈ വീശി ഒറ്റ ഒരടി നന്ദന് കൊടുക്കുന്നത് കണ്ടിട്ട് പ്രഭാവതി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. വീട്ടിലാകെ പ്രശ്നങ്ങൾ, ഒരു സമാധാനം ഇല്ലാത്ത ഈ അവസ്ഥ കണ്ടിട്ട് പ്രഭാവതി സങ്കടപ്പെടുന്നു. എന്നാൽ അപ്പോൾ പോലും നന്ദൻ്റെ ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് തനിക്കറിയാമെന്നുള്ള കാര്യം സിദ്ധാർത്ഥനോട് തുറന്നു പറയുന്നില്ല പ്രഭാവതി. സിദ്ധാർത്ഥനാണെങ്കിൽ ദേഷ്യത്തോടെ കുറേ സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് പോകുമ്പോഴത്തേക്കും പ്രഭാവതി നന്ദനെ ഉപദേശിക്കുന്നു. നന്ദ, നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ബലരാമനും സിദ്ധുവും അങ്ങനെ കഴിഞ്ഞവരാ. ബലരാമൻ്റെ ഭാര്യയെ അപമാനിക്കുക എന്നത് സിദ്ധുവിനെ അപമാനിക്കുന്നതിന് തുല്യ. അതുകൊണ്ടാണ് സിദ്ധുവിന് തീരെ ഇഷ്ടപ്പെടാതെ നിന്നെ തല്ലിയത്. നീ അത് മനസ്സിൽ വെച്ചേക്കണ്ട. ഇനി സംസാരിക്കും സൂക്ഷിക്കണമെന്നൊക്കെ വിലക്കിന് ശേഷം പോകുന്നു. എന്നാൽ അതേ സമയത്ത് ശാരികയോട് കാര്യങ്ങൾ തിരക്കാനായിട്ട് ദേവിയാണെങ്കിൽ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. രാത്രി ഫുഡ് കഴിക്കാൻ ശാരി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദേവിയാണെങ്കിൽ പറയുന്നു, ശാരി, നീ എന്തെങ്കിലും കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? എന്ത് കാര്യം മറച്ചു വെക്കുന്ന? ചേച്ചിയല്ലേ ഇപ്പം ഞങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ചേച്ചിയുടെ മനസ്സിൽ നന്ദേട്ടനെയും ഇസബലയും ചേർത്ത് ഒരുപാട് സംശയങ്ങളും വിഷമവും ഉണ്ട്. എന്നിട്ടും അതൊന്നും ഇല്ലാത്ത മട്ടിന് നടിക്കുമല്ലേ? അതൊന്നും ഞങ്ങളോട് തുറന്നു പറയാത്തത് സത്യമല്ലേ? ചേച്ചി പല ദിവസവും രാത്രി ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത് സങ്കടപ്പെട്ടിട്ടാണെന്നുള്ള കാര്യം എനിക്കും അമ്മയ്ക്കും ഒക്കെ അറിയാം. ചേച്ചി എന്തുകൊണ്ടത് മറയ്ക്കുന്നു? എനിക്കങ്ങനെ ഒരു സങ്കടവും ഇല്ല, വിഷമവും ഇല്ലെന്ന് പറയുന്ന സമയത്ത് ഇസബല്ല വന്നതിന് ശേഷവും ചേച്ചിക്കൊരു സങ്കടവും ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നേ എന്ന് കേൾക്കുമ്പോഴത്തേക്കും ദേവിയുടെ മുഖം ആകെ വാടി സങ്കടപ്പെടുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ രാധികയ്ക്ക് ദേഷ്യം കൂടുന്നു. കാരണം തൻ്റെ മകളെ കുറ്റപ്പെടുത്തി അവളെ വീണ്ടും വിഷമിപ്പിക്കുന്നു. പല കാര്യങ്ങളും തങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് തങ്ങളെ വഞ്ചിക്കുന്ന മകൾ എന്ന പേരിൽ രാധികയാണെങ്കിൽ ശാരികയോട് നന്നായിട്ട് ചൂടാകും.